CPM-ന് ഈ ബാങ്ക് പതിച്ചു കൊടുക്കാൻ കരാറെടുത്തവരുണ്ടല്ലോ, അവരൊന്നോർത്തോളൂ, എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പ്രദേശത്ത് തന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അത് എവിടുന്നാണ് ശൂലം വരിക എന്നൊന്നും ഞാൻ പറയുന്നില്ല. എവിടുന്നും വരാം. അതുകൊണ്ട് തടി വേണോ ജീവൻ വേണോ, ഈ പ്രശ്നത്തിന്റെ അകത്ത് ഇടപെട്ട് ഞങ്ങളുടെ പ്രവർത്തകന്മാരെ തൊടാൻ ശ്രമിച്ചാൽ ആ ശ്രമത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. KPCC പ്രസിഡന്റ് അദ്ദേഹം അവിടെ പ്രസംഗിച്ച് എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തതാ. എന്താ പ്രസംഗിച്ച്? കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കെതിരെ, പാനലിനെതിരെ വോട്ട് ചെയ്യുന്നവനെ ഈ നാട്ടിൽ താമസിക്കാൻ അനുവദിക്കില്ല. സുധാകരൻ പറയുക, ശൂലം എവിടുന്നാ വരുന്നതെന്ന് കാണാൻ പറ്റില്ല. ഭീഷണി പ്രസംഗം. ആരോടാണ് ഈ ഭീഷണി? KPCC പ്രസിഡന്റ്, നിങ്ങളുടെ ഭീഷണിക്ക് മുമ്പിൽ മുട്ടുപറക്കുന്നവരല്ല കോഴിക്കോട്ടെ ജനത എന്ന് നിങ്ങൾക്ക് ബോധ്യമായോ? ആരെ പേടിപ്പിക്കാനാ നിങ്ങളുടെ ഈ പ്രസംഗം? ഇതിനേക്കാളും വലിയ ഭീഷണിയെ നേരിടേണ്ടി നേരിട്ടിട്ടുണ്ട്. എന്നിട്ടിപ്പോ എവിടെ KPCC പ്രസിഡന്റ് ശൂലവുമായിട്ട് വന്നോ? തോറ്റു തൊപ്പിയിട്ടതിന് ശേഷം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കോഴിക്കോട് ജില്ലയുടെ നാനാഭാഗത്ത് നിന്ന് റൌഡികളെ കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. കുറെ റൌഡികൾ വന്ന് നോക്കുമ്പോ അന്തരീക്ഷം അത്ര പന്തിയല്ല എന്ന് തോന്നി തിരിച്ചു പോയിട്ടുണ്ട് കുറെ ആളുകൾ. അങ്ങനെ പേടിച്ചോടുന്നവരല്ലല്ലോ കോഴിക്കോട്ടിലെ ആളുകൾ. വോട്ടർമാരായി വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ അവരുടെ ഔത്സുക്യം, താല്പര്യം ഇതൊക്കെ കണ്ടപ്പോൾ പേടിച്ചു പോയിട്ടുണ്ട്. ഒരു സ്ഥലം വിട്ടിട്ടുണ്ട്. പിന്നെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഒരു നാടകം, റോഡിൽ കുത്തിയിരുന്ന ഒരു സമരം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, MP, ഏതാനും കോൺഗ്രസ് നേതാക്കന്മാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ യഥാർത്ഥത്തിൽ അവരെ സംരക്ഷിക്കാനാണ് അവരുടെ ചുറ്റും നിന്ന്. അവരെ സംരക്ഷിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ശൂലം എങ്ങനെയാണ് എവിടേക്കാ വരിക എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് അവരെ സംരക്ഷിച്ചു. അവർക്ക് പരിക്കേൽക്കാതെ, അവരുടെ ദേഹോപദ്രവമേൽക്കാതെ അവരെ സംരക്ഷിക്കുക ചെയ്ത്. ഇങ്ങനെ ഒരു പൊതുയോഗം നഗരത്തിൽ നടത്തേണ്ടി വന്നത് ചേവായൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി, കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും അവരെ അനുകൂലിക്കുന്ന ഒരു പറ്റം മാധ്യമങ്ങളും CPIM എന്തോ അന്യായം ചെയ്തു എന്ന മട്ടിൽ ദുഷ്പ്രചാര വേലകൾ വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ വസ്തുത ജനങ്ങളോട് സംസാരിക്കാനാണ് ഇന്നിങ്ങനെ പരിപാടി സംഘടിപ്പിച്ചത്. മാതൃഭൂമി പത്രം ഒരു മുഖപ്രസംഗം തന്നെ എഴുതി, തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു, CPM നേതൃത്വം നൽകി അട്ടിമറി നടത്തി എന്നല്ല. എത്ര അവശ നിലയിലായാലും മാർക്സിസ്റ്റ് വിരോധം കൊണ്ട് കണ്ണു കാണാതായ ഒരു പറ്റം മാധ്യമങ്ങൾ ഏത് വിഷയം വന്നാലും ഇടതുപക്ഷത്തെ, വിശേഷിച്ച് CPM-നെ കുറ്റം പറയാൻ, ചീത്ത വിളിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. വസ്തുതകളിലേക്ക് കടന്നുകൊണ്ടല്ല അവരാരും ഈ പ്രസംഗങ്ങൾ നടത്തുന്നത്. അഡ്വക്കേറ്റ് പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ചേവായൂർ സർവീസ് ബാങ്കിൽ മത്സരിച്ച സഹകാരികൾ ഇടതുപക്ഷത്തിന്റെ പിന്തുണ അർഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ത്യ രാജ്യത്ത് BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം സഹകരണ മേഖലയെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ചില നടപടികൾ ആരംഭിച്ചു. രണ്ടാം BJP ഗവൺമെന്റ് സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അന്നും 2019 മുതൽ അമിത് ഷായാണ്. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് അമെൻമെന്റ് ആക്ട് എന്ന പേരിൽ പാർലമെന്റ് സഹകരണ മേഖലയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നു. BJPയുടെ നേതൃത്വത്തിൽ നിരവധി മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് അതിന് ഡെപ്പോസിറ്റ് കളക്ടർമാരായി പലരും രംഗത്ത് വന്ന് ഡെപ്പോസിറ്റ് കളക്ട് ചെയ്ത് കൊടുത്താൽ കമ്മീഷൻ കയ്യോടെ കൊടുക്കുക എന്ന പോലുള്ള സഹകരണ മേഖലയിൽ ഇന്നവരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടു. ഇങ്ങനെ സ്ഥാപിച്ച പലതും വളരെ വേഗം തകർന്നു പോയെങ്കിലും വ്യാമോഹത്തിൽപ്പെട്ട് കുറെ ആളുകൾ അതിന്റെ പിന്നാലെ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല, കേരളത്തിലെ സഹകരണ മേഖല കേരളത്തിലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി വളരെയേറെ ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, അതുകൂടാതെ അതിന്റെ അപെക്സ് ബോഡികൾ, ജില്ലാ ബാങ്ക്, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, ഇപ്പോൾ കേരള ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന അതിന്റെ സംസ്ഥാന തലത്തിലുള്ള അപെക്സ് ബോഡി, പിന്നെ മറ്റു മേഖലകളിൽ വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, ഹോസ്പിറ്റൽ സൊസൈറ്റികൾ, എഡ്യൂക്കേഷൻ സൊസൈറ്റികൾ, ജീവിതത്തിന്റെ നാനാ മേഖലകളിൽ സഹകരണ പ്രസ്ഥാനം വ്യാപിച്ചിട്ടുണ്ട്. അതാണ് കേരളം. ഏതാണ്ട് 3 ലക്ഷം കോടിയിലധികം രൂപയുടെ ഡെപ്പോസിറ്റ് കേരളത്തിലെ സഹകരണ മേഖലയിൽ ജനങ്ങൾ നൽകിയിട്ടുണ്ട്. സഹകരണ മേഖലയോടുള്ള വിശ്വാസം കൊണ്ടാണ്. ഒരു സാധാരണ പൗരന്, ഒരു കൃഷിക്കാരൻ അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യന് പെട്ടെന്ന് പണത്തിന് ആവശ്യം വരുമ്പോൾ, എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ, വീട്ടിലുള്ള എന്തെങ്കിലും ചെറിയ സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്ത് ഓടിച്ചെന്നാൽ
ഒരു സാങ്കേതികത്വവും പറയാതെ വായ്പ നൽകുന്ന പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് വിശ്വാസം, അതുകൊണ്ടാണ് ജനങ്ങളുടെ ജീവിതവുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനം എന്ന് ഞാൻ പറഞ്ഞത്. കേരളത്തിലെ കാർഷിക മേഖലയിൽ സഹകരണ പ്രസ്ഥാനം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. 1967 കേരളത്തിൽ അധികാരത്തിൽ വന്ന ഐക്യമുന്നണി ഗവൺമെന്റ് EMS ആയിരുന്നു മുഖ്യമന്ത്രി, സഖാവ് TV തോമസ് ആയിരുന്നു വ്യവസായ വകുപ്പ് മന്ത്രി. അന്ന് കേരളത്തിൽ AP ഗോപാലൻ തൊഴിൽ വകുപ്പ് മന്ത്രി. അന്ന് കേരളത്തിൽ ബീഡി തൊഴിലാളികൾക്ക് ഒരു മിനിമം വേതനം പ്രഖ്യാപിച്ചു. അന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ബീഡി കമ്പനി മാംഗ്ലൂർ ഗണേഷ് ബീഡി എന്ന് പറയുന്ന കമ്പനിയാണ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ അവരുടെ പൂർണ്ണമായ ആധിപത്യമാണ്. കോഴിക്കോടും ചില മേഖലയിൽ അവരുടെ ഉൽപ്പാദനം ഉണ്ടായിരുന്നു. കുറെ ചെറിയ ചെറിയ കമ്പനികൾ വേറെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന മായൻ ബീഡി, ഇതുപോലുള്ള കുറെ ബീഡി കമ്പനികൾ വേറെ ഉണ്ടായിരുന്നു. ഇത് വൻകിട കമ്പനിയാണ്. കർണാടകത്തിലും ആന്ധ്രാപ്രദേശിലും കേരളത്തിലും എല്ലാം വ്യാപിച്ചു കിടക്കുന്ന ഒരു വൻ കമ്പനിയാണ്. ആ കമ്പനി പറഞ്ഞു, ഈ മിനിമം കൂലി നടപ്പാക്കാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. കേരള സർക്കാർ പ്രഖ്യാപിച്ച കൂലി നിരക്ക് ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറഞ്ഞു. അപ്പം അന്നത്തെ ഗവൺമെന്റ് കേരള മിനിമം വേജസ് ആക്ട് അനുസരിച്ച്, നിയമം അനുസരിച്ച് പ്രഖ്യാപിച്ച കൂലി നൽകിയേ കേരളത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കൂ എന്ന് ഉറച്ച നിലപാടെടുത്തു. എല്ലാ തൊഴിലാളികളും അതിനെ പിന്തുണച്ചു. എന്താണ് മുതലാളി ചെയ്തതെന്നറിയൂ? ആ കമ്പനി അടച്ചുപൂട്ടി അവരങ്ങ് അവരുടെ ഓപ്പറേഷൻ മുഴുവൻ കർണാടകത്തിൽ നടത്താൻ തീരുമാനിച്ചു. 10,000-കണക്കിന് തൊഴിലാളികൾ തൊഴിൽ രഹിതരായി. ആ കാലത്ത് ആ തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടി സഹകരണ മേഖലയിൽ രൂപീകരിച്ച പ്രസ്ഥാനമാണ് കേരള ദിനേശ് ബീഡി കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു സഹകരണ പ്രസ്ഥാനത്തിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ഒരു ഘട്ടത്തിൽ 45,000 തൊഴിലാളികൾ സ്ഥിരം ജോലിക്കാരായി കേരള ദിനേശ് ബീഡിയിൽ ഉണ്ടായിരുന്നു. ലാഭകരമായി പ്രവർത്തിച്ചു, നല്ല ആനുകൂല്യങ്ങൾ കൊടുത്തു. പിന്നീട് കേരളത്തിൽ പുകവലിക്കാർക്കിടയിൽ ബീഡിയുടെ ഉപയോഗം കുറഞ്ഞു വന്നു. ജീവിത നിലവാരത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതിനനുസരിച്ച് പുകവലിക്ക് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ, സിഗരറ്റുകൾ പോലുള്ളതിലേക്ക് മാറി പോകുന്നത് സ്വാഭാവികമാണ്. അത് മാത്രമല്ല, ലഹരി ഉപയോഗവും വർദ്ധിച്ചു വന്നപ്പോൾ ബീഡി ഉപയോഗം ഗണ്യമായി കുറഞ്ഞു. ആ കാലത്ത് പിന്നെ ബീഹാർ, മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ മാർക്കറ്റ് നോക്കി കുറച്ചൊക്കെ പിടിച്ചു നിന്നു. അവസാനം ബീഡി ഉൽപാദനം ഗണ്യമായി കുറയ്ക്കേണ്ടി വന്നു. അതൊക്കെ കൊല്ലങ്ങൾക്ക് ശേഷം സംഭവിച്ചതാണ്. അന്ന് ഇത് വലിയ തോതിൽ സ്വാധീനം ചെലുത്തി. പിന്നീട് തൊഴിലാളികൾ ഈ ഉൽപാദനം കുറയ്ക്കേണ്ടി വന്നപ്പോൾ തൊഴിലാളികളെ പിരിച്ചുവിടുക തുടങ്ങിയ നടപടികളിലേക്ക് പോകേണ്ടി വരുമെന്ന് തോന്നിയ ഘട്ടത്തിൽ ആ സൊസൈറ്റിയുടെ പ്രവർത്തനം ഡൈവേഴ്സിഫൈ ചെയ്തു. ദിനേശ് അംബ്രല്ല, ദിനേശ് ഷർട്ട്, ദിനേശ് ഫുഡ് എന്നൊക്കെ പറഞ്ഞ് വിവിധ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംഘമാക്കി അതിനെ പരിവർത്തനം ചെയ്തു. ഇന്നും ദിനേശ് ബീഡി നിലനിൽക്കുന്നു. ദിനേശ് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇന്ന് കമ്പോളത്തിൽ ഇറക്കുന്നു. ഇതാണ് സഹകരണ മേഖലയുടെ ശക്തി. സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികൾ, കോഴിക്കോട് ജില്ലാ സഹകരണ ആശുപത്രി മികച്ച ആശുപത്രിയല്ലേ? അവിടെ ഒരു മുറി പോലും ഒരു ദിവസവും വേക്കന്റ് അല്ല, അത്ര തിരക്ക. മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രി. കണ്ണൂരിലെ AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ EMS മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കൊല്ലത്തെ NS മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, അത് അതീവ വിപുലമായ ഒരു വൻ ആശുപത്രിയാണ്. നിരവധി സ്ഥാപനങ്ങൾ, സഹകരണ കോളേജുകൾ, സഹകരണ വ്യവസായ സ്ഥാപനങ്ങൾ. ഒരു കാലത്ത് പരമ്പരാഗത കയർ തൊഴിലാളികളെ മുഴുവൻ നിലനിർത്തിയത് കയർ സഹകരണ സംഘങ്ങൾ വഴിയാണ്. കൈത്തറി മേഖലയെ പിടിച്ചു നിർത്തിയത് കൈത്തറി സഹകരണ സംഘങ്ങളാണ്. അതിന്റെ സ്റ്റേറ്റ് അപ്പെക്സ് ബോഡി ഹാൻഡെക്സ്, കശുവണ്ടി മേഖലയിൽ കാപ്പെക്സ്, സഹകരണ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച നിലയിൽ പ്രവർത്തിക്കുകയാണ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ലോകത്ത് തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു സ്ഥാപനമാണ്, ലോകപ്രശസ്തമായ സ്ഥാപനമാണ്. ഇതാണ് സഹകരണ മേഖല. ആ സഹകരണ മേഖലയെ തകർക്കാനുള്ള നീക്കമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിയത്. സഹകരണ മേഖലയേക്കാൾ ആകർഷകമായ പലിശ നിരക്കൊക്കെ പ്രഖ്യാപിച്ച് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ നിക്ഷേപം സ്വീകരിക്കുക. സഹകരണ മേഖലകളിൽ ഇടപെടാൻ കേന്ദ്രം പലതരത്തിൽ പിൻവാതിലിലൂടെ ശ്രമിക്കുക. ഇത് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ ഗൗരവതരമായി ബാധിക്കും എന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോഴാണ് ഒരു സഹകരണ സംരക്ഷണ സമിതി കേരളത്തിൽ ഉണ്ടാക്കിയത്. സംസ്ഥാന തലത്തിൽ പ്രക്ഷോഭം നടത്താൻ നോട്ട് നിരോധന കാലത്ത് സഹകരണ സ്ഥാപനങ്ങളെ പ്രതിക്കൂട്ടിലാക്കി വലിയ റെയ്ഡും പരിശോധനയൊക്കെ നടത്തി തകർക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ സഹകരണ ജീവനക്കാരും സഹകാരികളും റിസർവ് ബാങ്കിന്റെ മുമ്പിൽ, തിരുവനന്തപുരത്ത് റിസർവ് ബാങ്ക് ഓഫീസിന് മുമ്പിൽ സമരം നടത്തിയത് എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലുള്ള ഒരു പ്രസ്ഥാനമായി സഹകരണ സംരക്ഷണ സമിതി വന്നു. ആ പ്രസ്ഥാനത്തിന്റെ മുൻപന്തിയിലുണ്ടായിരുന്നു അഡ്വക്കേറ്റ് പ്രശാന്തും ചേവായൂർ സർവീസ് ബാങ്കിലെ ഡയറക്ടർമാരും. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ചേർന്ന പ്രസ്ഥാനമാണ്. ഇവിടെ മെഹബൂബും മറ്റ് സഹകാരികളെല്ലാം അതിന്റെ മുൻപന്തിയിലുണ്ടായിരുന്നവരാണ്. സംസ്ഥാന തലത്തിൽ ഒരു സമിതി ഉണ്ടാക്കി വിവിധങ്ങളായ സമരങ്ങൾ നടത്തി. കോഴിക്കോട് ഉണ്ടാക്കിയ ആ സമിതി
ഒരു വലിയ കൺവെൻഷൻ നളന്ദ ഓഡിറ്റോറിയത്തിൽ വിളിച്ചു ചേർത്തു. ആ കൺവെൻഷനിൽ പങ്കെടുക്കാൻ അതിന്റെ ആ സമിതിയുടെ ഭാരവാഹികൾ ഇവിടെ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്, പലരും ഉണ്ട്, മുസ്ലിം ലീഗുകാരുണ്ട്. അവരെല്ലാം കൂടി തീരുമാനിച്ച ഈ കൺവെൻഷനിലേക്ക് പ്രശാന്തും മറ്റ് സഹപ്രവർത്തകരും ആ കൺവെൻഷനിൽ പങ്കെടുക്കാൻ എത്തുമ്പോൾ ടെലിഫോൺ വഴി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം അവരോട് ആ കൺവെൻഷനിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചു. എന്തടിസ്ഥാനത്തിൽ? BJP ഗവൺമെന്റ് സഹകരണ മേഖലയെ തകർക്കുന്ന നയമാണ് കൊണ്ടുവരുന്നെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതിനെ കൂട്ടായി നേരിടേണ്ടതാണ് എന്നതാണ് യുക്തിഭദ്രമായ നിലപാട്. അതിന് പോകുമ്പോൾ അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ന്യായമെന്താണ്? ആർക്കു വേണ്ടിയാണ്? തെറ്റായ നിർദ്ദേശം സ്വീകരിക്കേണ്ടതില്ല എന്ന് പ്രശാന്തിനോടൊപ്പം ഉള്ളവർ തീരുമാനിച്ചു. മാത്രമല്ല, അന്നത്തെ കൺവെൻഷനിൽ CMP നേതാവ് വിജയകൃഷ്ണൻ ഉണ്ടായിരുന്നു, അദ്ദേഹം UDF ആണ്, CMP. മുസ്ലിം ലീഗ് നേതാവ് ഖാദർ മാസ്റ്റർ ഉണ്ടായിരുന്നു, ചാത്തമംഗലത്തുകാരൻ. അവരെല്ലാം പങ്കെടുത്തു. ഇങ്ങനെ ഒരു ധീരമായ നിലപാട്, സഹകരണ മേഖലയെ സംരക്ഷിക്കുക എന്ന നയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രശാന്ത് എന്നതുകൊണ്ടാണ് പ്രശാന്തിന്റെ നിലപാടിനെ പിന്തുണയ്ക്കാൻ ഇടതുപക്ഷ പാർട്ടികൾ തീരുമാനിച്ചു. മുഖപ്രസംഗം എഴുതിയ പത്രക്കാരോ മറ്റു വാർത്തകൾ എഴുതിയവരോ ടെലിവിഷൻ ചാനലുകളോ ഈ വിഷയത്തെപ്പറ്റി എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തിയോ? കോൺഗ്രസ് നേതാക്കന്മാർ, DCC പ്രസിഡന്റോ കോൺഗ്രസ് നേതാക്കന്മാരോ പറയുന്നത് അതേപോലെ പ്രസിദ്ധീകരിക്കലാണോ നിങ്ങളുടെ ചുമതല? പിന്നെ പറയുന്നത് അട്ടിമറി നടത്തിയെന്ന. എന്ത് അട്ടിമറിയാ നടത്തിയത്? ഈ തെരഞ്ഞെടുപ്പിൽ 8743 പേർ വോട്ട് ചെയ്തിട്ടുണ്ട്. മെമ്പർഷിപ്പ് ടോട്ടൽ ഒരു 38,000 പരം വരും. അത് ആരംഭിച്ച കാലം മുതൽ രജിസ്റ്ററിലുള്ള മെമ്പർഷിപ്പാണ്. ഈ 939 മറ്റാണ് ഇത് ആരംഭിച്ചത്. ഒരു മെമ്പറേയും മരണപ്പെട്ടോ എന്നോ പരിശോധിച്ചിട്ടോ അല്ലെങ്കിൽ അയാള് മെമ്പർഷിപ്പ് നിന്ന് പോകുക എന്ന് അങ്ങനെ ഒരു നിലയിൽ ഒരു ക്ലീനിങ് നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊന്ന് പരിശോധിച്ച് ചെയ്യാൻ അവർ പിന്നീട് ആലോചിക്കുമായിരിക്കാം. ലൈവ് മെമ്പർഷിപ്പ് ഇത്രയൊന്നും ഉണ്ടാവില്ല, 38,000 ഒന്നും ഉണ്ടാവില്ല. 8743 പേർ വോട്ട് ചെയ്തു. ആരാ വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ്? 2019 തെരഞ്ഞെടുപ്പിൽ 6200 പേരാണ് വോട്ട് ചെയ്തത്. അന്ന് ഇതുപോലെ ഇടതുപക്ഷക്കാർ, CPMകാർ ഗുണ്ടകളായി അവിടെ ചെന്ന് വോട്ടർമാരെ തടഞ്ഞിരുന്നു എന്ന ആക്ഷേപമുണ്ടോ? ഏതെങ്കിലും പത്രത്തിന് പറയാൻ പറ്റുമോ? തോറ്റ് തൊപ്പിയിടുന്ന ആളുകൾ പറയുന്ന ന്യായം വെണ്ടക്ക നിരത്തുമ്പോൾ വസ്തുത എന്താണെന്ന് അന്വേഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം അവർക്കില്ലേ? 2019 5 കൊല്ലം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ 6200 പേരാ വോട്ട് ചെയ്തത്. അതിനുമുമ്പ് 2004 8000-ഓളം ആളുകളാണ് വോട്ട് ചെയ്തത്. 8000 പേരാ വോട്ട് ചെയ്തത്. ഈ വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കിയാൽ ആരാണ് വോട്ടർമാരെ തടഞ്ഞ് ആര് തടസ്സപ്പെടുത്തി എന്നാ കാണാൻ പറ്റുന്നത്? വസ്തുതാ വിരുദ്ധമാണ്. ഈ പറയുന്നതിൽ ഒരർത്ഥമില്ല. 1992-93 കാലത്ത് ഭരണസമിതി കോൺഗ്രസ് നേതൃത്വവുമായി തർക്കിച്ച് 2 ചേരിയായിട്ടാണ് മത്സരിച്ച്. ഇപ്പോൾ തുടങ്ങിയതല്ല ഈ ചേരിതിരിവ്. ആ ചേരിതിരിവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 4 പേർ ഡയറക്ടർമാരായി തെരഞ്ഞെടുക്കപ്പെട്ടു. 5 പേർ ഔദ്യോഗിക കോൺഗ്രസ് നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടെടുത്ത് മത്സരിച്ചു. അന്ന് കോവൂർ സ്വദേശിയായ വിശ്വനാഥൻ മാസ്റ്റർ ഈ ബാങ്കിന്റെ പ്രസിഡന്റായി. 2019 തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ നടന്നാൽ ഇതിന് തൊട്ടു മുമ്പത്തെ ഔദ്യോഗിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ പാനലും അഡ്വക്കേറ്റ് പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു പാനലും തമ്മിലാ മത്സരം. ആ മത്സരത്തിൽ പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ളവരാണ് ജയിച്ചത്. ഇപ്പൊ ചേവായൂർ ബാങ്കിൽ ഈ മത്സരം നടക്കുന്നത് പുതുമയല്ല. പക്ഷെ എന്താണ് പിന്നീട് സംഭവിക്കുന്നത്? പ്രശാന്ത് കുറച്ചുകൂടി വ്യക്തതയോടുകൂടി സഹകരണ മേഖലയുടെ പ്രശ്നങ്ങളിൽ ഗൗരവതരമായ ഇടപെടൽ നടത്താൻ തീരുമാനിച്ചതാണ് DCC നേതൃത്വത്തിനെ പ്രകോപിച്ച ഒരു കാര്യം. മറ്റു ചില കാര്യങ്ങളുടെ ഞാൻ അവസാനം പറയാം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വകവരുത്താൻ ഭീഷണിയുമായി അവർ രംഗത്ത് വന്നത്. മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണിത്. മെഹബൂബിയുടെ പറഞ്ഞല്ലോ, 8 ബ്രാഞ്ചുകളുണ്ട്, 504 കോടി രൂപയുടെ നിക്ഷേപമുണ്ട്, 260 കോടി ഉറുപ്പിക അംഗങ്ങൾക്ക് വിവിധ ഇനത്തിലായി വായ്പകൾ നൽകിയത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. നല്ല ബിസിനസ് നടന്ന ബാങ്കാണ്. ആ ബാങ്കിലെ ഡെപ്പോസിറ്റ് ഉടൻ പിൻവലിച്ചതിനെ തകർക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ഭീഷണിപ്പെടുത്തുന്നത്. ഇത് എന്ത് നിലപാടാ? ഒരു സഹകരണ മേഖലയോട് എടുക്കേണ്ട ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എടുക്കേണ്ട നിലപാട് ഇതാണോ? രാഷ്ട്രീയപരമായിട്ടാണോ സഹകരണ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കേണ്ടത്? ഇത്രയും കോടികളുടെ ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥാപനം. നിരുത്തരവാദപരമായ നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം നിലപാട് സ്വീകരിച്ചത്. സൂപ്പർ ഗ്രേഡ് പദവിയുള്ള പ്രൈമറി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി വിഭാഗത്തിൽ സൂപ്പർ ഗ്രേഡ് പദവിയുള്ള ക്ലാസ് 1 റാങ്ക് ഉള്ള സ്ഥാപനമാണ് ചേവായൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്. അഡ്വക്കേറ്റ് പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി എന്തെങ്കിലും അഴിമതി നടത്തി, കൊള്ളരുതായ്മ നടത്തി ഈ സ്ഥാപനത്തെ ഗുരുതരമായ തകർച്ചയിലാക്കിയെന്ന ആക്ഷേപമുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണം.
അങ്ങനെ ഒരു ദുർബലത ഈ ബാങ്കിന് സംഭവിച്ചിട്ടുണ്ടോ? ഈ ജില്ലയിലെ തന്നെ മികച്ച ബാങ്കുകളിൽ ഒന്നാണ് ചെവായൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. ഇതുപോലെ പ്രവർത്തിക്കുന്ന, മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ ഈ കോഴിക്കോട് ജില്ലയിലുണ്ട്. അതിലൊന്നാണ് ഈ ബാങ്ക്. UDFന്റെ ഭരണത്തിലുള്ള മുക്കം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ സ്ഥിതിയെക്കുറിച്ച് നിങ്ങൾക്കറിയാവോ? ഞാനൊരു വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. അവിടെയും തെരഞ്ഞെടുപ്പും തർക്കമൊക്കെ നടക്കുക. മെമ്പർഷിപ്പ് ചേർത്തിയത് ക്രമപ്രകാരമല്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഇടപെട്ട് പരിശോധനയ്ക്ക് വെച്ചിരിക്കുകയപ്പോ UDFന്റെ ഭരണകാലത്ത് ജീവനക്കാരുടെ നിയമനത്തിൽ കോടികളുടെ അഴിമതി നടത്തിയെന്ന ആക്ഷേപവുമായി കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. അതിന്റെ പേരിൽ അന്വേഷണം നടക്കുകയാണ്. മുക്കം സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഭരണസമിതി പിരിച്ചുവിട്ടു. അന്വേഷണം നടത്തിയിട്ട് 64 എൻക്വയറി നടത്തി ഭരണസമിതിയെ പിരിച്ചുവിട്ട് ഇപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണ് അവിടെ ഭരണം നടത്തുന്നത്. UDFന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആണ് അവിടെ ബാങ്ക് പ്രസിഡന്റ് ആയത്. ഈ ചരിത്രമുള്ളവരാണ് കോൺഗ്രസ്. അവരാണ് മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്. കേരളത്തിൽ ചില ബാങ്കുകളിലെ ക്രമക്കേട് സംബന്ധിച്ച് സഹകരണ വകുപ്പോ അല്ലെങ്കിൽ പോലീസോ നടപടി സ്വീകരിക്കുമ്പോഴാണ് അതിന്റെ മുകളിൽ EDയുടെ ഇടപെടൽ വരുന്നത്. ഇവിടുത്തെ എന്തെങ്കിലും ക്രമക്കേട് നടത്തിയാൽ അതിന് നടപടിയെടുക്കാൻ ശക്തമായ നിയമമുണ്ട്, നടപടിക്രമങ്ങളുണ്ട്. ഒരാളെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ല. കരുവണ്ണൂർ ബാങ്കിൽ ആ നിലയിലുള്ള നടപടിയാണ് സ്വീകരിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ അതിന്റെ മുകളിൽ EDക്ക് ഇടപെടാൻ ഒരു പഴുതുണ്ട്. അങ്ങനെയാണ് ED വന്നത്. എന്നിട്ടാകെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൽ വിശ്വാസം നഷ്ടപ്പെടത്തക്ക വിധത്തിലുള്ള വലിയ പ്രചരണം. അവരുടെ ലക്ഷ്യം കേരളത്തിൽ സുശക്തമായി സഹകരണ പ്രസ്ഥാനത്തെ തകർക്കല, അല്ലാതെ അഴിമതിക്കാരെ കണ്ടുപിടിക്കലൊന്നുമല്ല. അഴിമതി ഏത് സ്ഥാപനത്തിലുണ്ടായാലും കണ്ടുപിടിക്കണമെന്നേ. ആർക്കായാലും എതിർപ്പുള്ളത്? ആരാ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നു? ക്രമക്കേടുണ്ടെങ്കിൽ നടപടിയിലേക്ക് പോകണം. ഇവിടെ അതിനു പകരം കേരളത്തിൽ പടർന്നു പന്തലിച്ച ഈ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേന്ദ്ര ഗവൺമെന്റും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് സഹകരണ സംരക്ഷണ സമിതി ഉണ്ടാക്കിയത്. അതിന്റെ ചെയർമാനായി പ്രശാന്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര ഗൗരവതരമാണ് സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ കൺവെൻഷനിൽ പങ്കെടുക്കണ്ട എന്ന് കോൺഗ്രസ് നേതൃത്വം പറയുമ്പോൾ എന്താണ് അവരുടെ രാഷ്ട്രീയം? ഈ സഹകരണ മേഖലയൊക്കെ BJP ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന വിധത്തിൽ തകർത്ത് തരിപ്പണമാവട്ടെ എന്നാണോ ഉദ്ദേശിക്കുന്നത്? UDF ഭരിക്കുന്ന സ്ഥാപനങ്ങളിലെ അതും തകർന്നു പോയിക്കോട്ടെ എന്നാണോ? BJP ഗവൺമെന്റിന്റെ സ്റ്റീം റോളർ ഉരുട്ടുന്നതിൽ അടിപ്പെട്ട് എല്ലാം കശക്കി എറിയട്ടെ എന്ന നിലപാടാണോ കോൺഗ്രസ് നേതൃത്വത്തിലുള്ളത്? ഉണ്ടെങ്കിൽ അവർ വ്യക്തമാക്കണം. ഇതോടൊപ്പം തന്നെ പ്രശാന്തിനോട് വ്യക്തിപരമായി കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു പക പോലെ തോന്നാൻ ഇടയായ ഒരു സംഭവമാണ് ഒരു ജീവനക്കാരന്റെ പേരിലെടുത്ത നടപടി. പാറോപ്പടിക്കാരനായ ഒരു ജീവനക്കാരൻ, അദ്ദേഹം ഭരണസമിതി യോഗം നടക്കുന്നിടത്ത് വന്ന് പ്രസിഡന്റിനോട് അസഭ്യമായ വാക്കുകൾ ഉപയോഗിക്കുകയും തട്ടിക്കയറുകയും ചെയ്തു. അതൊരു ജീവനക്കാരന്റെ ഭാഗത്ത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു സ്വഭാവ ദൂഷ്യമാണ്, അച്ചടക്ക ലംഘനമാണ്. അദ്ദേഹത്തോട് വിശദീകരണം നേടി. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ. 2019 ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക വിഭാഗത്തിനെതിരായി അവർ പ്രവർത്തിച്ചു. പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള പാനലിനെതിരായി പ്രവർത്തിച്ചു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം. ലീവ് എടുത്ത് പ്രവർത്തിച്ചു. പക്ഷേ പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള പാനലാണ് അന്ന് ജയിച്ച്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ബാങ്കിൽ വരാൻ എന്തോ ഒരു വൈക്ലഭ്യം. തോപ്പിക്കാൻ ശ്രമിച്ചവരൊക്കെ ജയിച്ചു വന്ന് എങ്ങനെ അവരെ കാണുക എന്ന നിലയിലുള്ള ഒരു വിഷമമായിരിക്കും. പിന്നെ ലീവ് ചോദിച്ചപ്പോൾ ലീവ് നീട്ടാൻ കഴിയില്ല എന്ന നിലപാട് ഭരണസമിതി എടുത്തു. മാത്രമല്ല, ജനറൽ മാനേജരെ അസഭ്യം പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന്റെ സ്വഭാവ ദൂഷ്യത്തെ സംബന്ധിച്ച് എൻക്വയറി നടത്താൻ ഒരു എൻക്വയറി കമ്മിറ്റിയെ വെച്ചു. അത് തികച്ചു നിയമാനുസൃതമായ നടപടിയാണ്. ഈ ഒരു സാഹചര്യം വന്നപ്പോൾ പിരിച്ചുവിട്ടൽ നടപടി പോലും സ്വീകരിക്കാൻ പറ്റുന്ന ഗുരുതരമായ തെറ്റാണ് ഇത് ചെയ്തതെന്ന് വ്യക്തമായി. എന്നാൽ അത്രയും കടുത്ത നടപടി എടുക്കാതെ ഇൻക്രിമെന്റ് ചിലത് കട്ട് ചെയ്യുകയും വേജസ് ഇല്ലാതെ ഈ ലീവിലുണ്ടായിരുന്ന കാലത്ത് വേതനമില്ലാതെ തിരിച്ചെടുക്കാൻ ഉത്തരവിടുകയും ചെയ്തു. ലേബർ കോർട്ട് ഇടപെട്ട് അദ്ദേഹത്തിന്റെ പേരിലുള്ള നടപടി. ആ ലേബർ കോർട്ട് ഇടപെട്ടുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പേരിൽ ഭരണസമിതി എൻക്വയറി കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം എടുത്ത നടപടിക്കെതിരായി ലേബർ കോടതി പോയപ്പോൾ കൊടുത്ത ഉത്തരവിനെതിരെ ബാങ്ക് അപ്പീൽ പോകരുതെന്ന് DCC നേതൃത്വം പ്രശാന്തിനോട് പറയുകയാണ്. മാത്രമല്ല, അദ്ദേഹത്തിന് എല്ലാ ആനുകൂല്യങ്ങളോട് തിരിച്ചെടുക്കണമെന്നാണ് DCC നേതൃത്വത്തിന്റെ നിലപാട്. പിന്നെ ഒരു ഭരണസമിതിക്ക് എങ്ങനെ പ്രവർത്തിക്കാനാവും? എങ്ങനെ അച്ചടക്കം പാലിക്കാൻ സാധിക്കും? ഒരു സ്ഥാപനം എങ്ങനെ മുന്നോട്ട് പോകും? അപ്പൊ ഭരണസമിതി പറഞ്ഞു, ലേബർ കോർട്ട് പറഞ്ഞതുപോലെ ലേബർ കോർട്ടിലെ വിധിക്കെതിരായി ഹയർ കോടതിയിൽ ഈ പറയുന്ന കഥാപാത്രമായ ഉല്ലാസ് അപ്പീലിൽ പോകരുത്. ആ വ്യവസ്ഥയിലാണെങ്കിൽ 2024 ജനുവരി വരെയാണ് അദ്ദേഹത്തിന്റെ സർവീസ് ഉള്ളത്. അതുവരെ ജോലിയിൽ തുടരാൻ അനുവദിക്കാം, അദ്ദേഹത്തെ തിരിച്ചെടുക്കാം.
അതിന് ഉല്ലാസ് തയ്യാറായില്ല. അയാൾ പുറത്തു നിന്നുകൊണ്ട് തന്നെ റിട്ടയർമെന്റിലേക്ക് അയാളുടെ സർവീസ് അവസാനിച്ച് പോകുന്ന അവസ്ഥയുണ്ടായി. തിരിച്ചെടുക്കാനുള്ള നിർദ്ദേശവുമായി KPCC രംഗത്ത് വന്നിരുന്നു. ഒരു സർവീസ് ബാങ്കിൽ ഒരു ജീവനക്കാരന്റെ പ്രശ്നത്തിൽ ഇത്രയധികം ഇടപെടുക എന്ന് പറഞ്ഞാൽ ആ ഭരണസമിതിയെ ബഹുമാനിക്കാതെ അട്ടിമറി നടത്താൻ KPCCയുടെയോ DCC നേതൃത്വത്തിന്റെയോ ചട്ടുകമായി ഇയാൾ ചട്ടലംഘനം നടത്തി പ്രവർത്തിച്ചു എന്നതിന് വേറെ തെളിവ് ആവശ്യമുണ്ടോ? അത്തരക്കാരനായ ഒരാളെ വഴിവിട്ട് സംരക്ഷിച്ചില്ല എന്നതാണ് പ്രശാന്തിനോടുണ്ടായ ഏറ്റവും കടുത്ത പക. ഈ അപരാധം മുഴുവൻ പറഞ്ഞു നടക്കാൻ ഇതുപോലുള്ള ആക്ഷേപങ്ങളാണ് അദ്ദേഹം പറഞ്ഞു നടക്കുന്നത്. ജനുവരി 31 ആവുമ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്ത് പോവുകയും ചെയ്തു. അന്ന് തന്നെ പ്രശാന്തിനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു. ഈ ഉല്ലാസ് സൂപ്പറാന്വേഷനായി പോകുന്ന ദിവസം അദ്ദേഹത്തെ തിരിച്ചെടുക്കണമെന്ന KPCCയുടെ കൽപ്പനയും സ്വീകരിക്കുന്നില്ല എന്ന് വന്നപ്പോൾ ഉല്ലാസ് പുറത്തു പോകുന്നു, കോൺഗ്രസിൽ നിന്ന് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യുന്നു. എങ്ങനെയുണ്ട് സംഘടനാപരമായ പ്രവർത്തനം, സംഘടനാപരമായ ഇടപെടൽ രീതി? എത്ര മോശമായ രീതിയിലാണ്. മറ്റു ചില കാര്യങ്ങൾ എന്താ? ഈ ബാങ്കിന്റെ പ്രവർത്തനത്തിൽ അവിഹിതമായ ഇടപെടൽ നടത്തുന്നു കോൺഗ്രസ് നേതൃത്വം. ഈ ഇലക്ഷൻ നടക്കുമ്പോൾ രാവിലെ മുതൽ അവിടെ സജീവമായി രംഗത്തുണ്ടായിരുന്ന, സാന്നിധ്യമുണ്ടായിരുന്ന കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരുണ്ട്. DCC പ്രസിഡന്റ് ഉണ്ട്, DCC ഭാരവാഹികളുണ്ട്. ആ കൂട്ടത്തിൽ KPCC നേതാവും ഇവിടുത്തെ പാർലമെന്റ് മെമ്പറുമായ മാന്യ സുഹൃത്തുമുണ്ട്. ഇവരൊക്കെയുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നിടത്ത് എന്താണ് ഇവർക്ക് പ്രത്യേക താല്പര്യം? ഈ നേതൃത്വം മുഴുവൻ അവിടെ കാലത്ത് പോയി ബഹളമുണ്ടാക്കേണ്ട സാഹചര്യം എന്താണ്? എന്തിനു വേണ്ടിയാണ്? അതിൽ ചില വ്യക്തിപരമായ പ്രശ്നമുണ്ട്. 2009 MK രാഘവൻ പ്രസിഡന്റായ അഗ്രികോ സൊസൈറ്റിക്ക് അതിന്റെ ആസ്ഥാനം അങ്ങ് കണ്ണൂർ ജില്ലയിലാണ്. ഈ ബാങ്കിൽ നിന്ന് 25 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് അങ്ങോട്ട് കൊടുപ്പിച്ചു. അദ്ദേഹം ഇടപെട്ട് ആവശ്യപ്പെട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ബാങ്ക് ഭരണസമിതി ഡെപ്പോസിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചത്. ഡെപ്പോസിറ്റ് കൊടുക്കാൻ ഈ അഗ്രികോ എന്ന് പറയുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റി പഴവർഗ്ഗങ്ങളിൽ നിന്ന് സംസ്കരിച്ച ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടെയൊക്കെ സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ്. അതിന്റെ ചെയർമാൻ ശ്രീ രാഘവനായിരുന്നു. അപ്പൊ അവർക്ക് ഡെപ്പോസിറ്റ് നൽകുന്നതിന് പെർമിസീവ് സാങ്ഷൻ ഗവൺമെന്റ് കൊടുത്തിരുന്നു. ആ സാങ്ഷൻ വെച്ചാണ് ഇവർ കൊടുത്തത് 25 ലക്ഷം. ചേവായൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, ചേവായൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പരിധിയിൽ പോലുമല്ല, ഈ ജില്ലയിലല്ല. പയ്യന്നൂർക്കാരനായ രാഘവൻ കോഴിക്കോട് വന്ന് MP ആയി 2009. ആ സ്വാധീനം ഉപയോഗിച്ചാണ് താൻ ചെയർമാനായ സ്ഥാപനത്തിലേക്ക് ഈ ജില്ലയിലെ കോഴിക്കോട് താലൂക്കിലെ പ്രത്യേകിച്ച് നെല്ലിക്കോട് വില്ലേജിലെ സഹകാരികൾ നൽകിയ ഡെപ്പോസിറ്റ് തുകയിൽ നിന്ന് 25 ലക്ഷം ഉറുപ്പിക കരസ്ഥമാക്കുന്നത്. ഈ സ്ഥാപനം ഇത് മാത്രമല്ല, ഇതുപോലെ പല സ്ഥാപനങ്ങളിൽ നിന്ന് ഇതുപോലെ പണം തട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ അവസാനത്തെ അതിന്റെ സ്ഥിതി എന്താണെന്നറിയോ? 1,11,16,562 രൂപ കുടിശ്ശികയാണ് ഈ അഗ്രീൻകോ എന്ന സ്ഥാപനം ചേവായൂർ സർവീസ് ബാങ്കിന്. ആദ്യ വർഷങ്ങളിൽ പലിശ അടച്ച് പുതുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ 5-10 വർഷമായി പലിശ അടക്കാറില്ല. അപ്പൊ കുടിശ്ശിക, ഓവർ ഡ്യൂ, മറ്റ് നടപടികളിലേക്ക് നീങ്ങേണ്ട സമയം കഴിഞ്ഞു. എന്താണ് ഈ ഇലക്ഷൻ നടന്ന സ്കൂളിന്റെ മുമ്പിലുള്ള റോഡിൽ MP കുത്തിയിരുന്ന് സമരം ചെയ്തത് എന്നതിന്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായോ? വെറുതെ അല്ല വെയിൽ കൊണ്ടത്. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഇതുകൊണ്ട് മാത്രം അവസാനിക്കുന്നുണ്ടോ? ഈ സ്ഥാപനത്തെക്കുറിച്ച് സഹകരണ വകുപ്പ് അന്വേഷണം നടത്തി. നബാർഡിൽ നിന്നെടുത്ത വായ്പയും വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്നെല്ലാം കൂടി സ്വരൂപിച്ച തുകയും എല്ലാം കൂടി ചേർന്ന് 100 കോടിയിലധികം രൂപ ഈ ഭരണസമിതി തിരിമറി നടത്തിയെന്ന് കണ്ടെത്തി സഹകരണ വകുപ്പ്. അതിന്റെ ഡയറക്ടർമാരായ രാഘവൻ ഉൾപ്പെടെയുള്ള എല്ലാവരിൽ നിന്നും ഈ തുക ഈടാക്കാൻ വേണ്ടി ഉത്തരവിറക്കി അതിന്റെ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഒരാൾ ഏകദേശം 6 കോടി ഉറുപ്പിക ഈ ഉത്തരവ് പ്രകാരം ഈ സ്ഥാപനത്തിന്റെ കുടിശ്ശിക തീർക്കാൻ വേണ്ടി നൽകേണ്ടതായിട്ട് വരും എന്നതാണ് ഇപ്പോഴുള്ള സ്ഥിതി. ഇത്തരം ഗുരുതരമായ ഒരു സ്ഥിതി നിൽക്കുമ്പോൾ DCC നേതൃത്വത്തോടെ ഇടഞ്ഞു നിൽക്കുന്ന ആളുകൾ ഇതിന്റെ ഭരണസമിതിക്കാരായി വന്നാൽ ഒരു ദാക്ഷിണ്യവും തന്റെ ഈ ഇടപാടിന് ലഭിക്കില്ല എന്ന ഒരു ബോധമാണ് അവിടെ നടുറോഡിൽ കുത്തിയിരുന്ന് നാടകം നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. വെറുതെ അല്ല, വെറുതെ ഉണങ്ങുകയല്ല. ഇതിന്റെ പിന്നിലൊക്കെ ചില താല്പര്യങ്ങളുണ്ട്. മറ്റ് പല സ്ഥാപനങ്ങളിൽ ഇതുപോലെ വായ്പ എടുത്ത് കുടിശ്ശികയാക്കി വെച്ചിട്ടുണ്ട്. 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതാരോ ഉന്നയിച്ചപ്പോൾ പ്രസ് ക്ലബിൽ വെച്ച് ഒരു ചെറിയ കരച്ചിൽ നടത്തി തന്റെ നിരപരാധിത്വം ആ കണ്ണീർ കണങ്ങളിലൂടെ ജനങ്ങളിൽ എത്തിക്കാനൊരു ശ്രമം നടത്തിയത് കോഴിക്കോട്ടുകാർക്ക് അറിയാം. പക്ഷെ അതുകൊണ്ട് അഴിമതി ഇല്ലാതാവില്ലല്ലോ, വെട്ടിപ്പില്ലാതാവില്ലല്ലോ. ഇതിനും വലിയൊരു പ്രശ്നം
കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഒരു കെട്ടിടം ഉണ്ടാക്കുന്നുണ്ട് പോലെ അവരുടെ ഓഫീസിന്. നല്ലത് തന്നെ, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഓഫീസൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. ആ ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് 1 കോടി രൂപ സംഭരിച്ച് നൽകാൻ പ്രശാന്തിനോട് ആവശ്യപ്പെടുകയാണ് DCC പ്രസിഡന്റ്. ബാങ്കിന്റെ പണമെടുത്ത് രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിന് കെട്ടിടം ഉണ്ടാക്കാൻ കൊടുക്കാൻ പറ്റുമോ? എന്ത് ന്യായം, എന്ത് നിയമം? സഹകരണ ചട്ടങ്ങളനുസരിച്ചാണ് സഹകരണ ബാങ്ക് പ്രവർത്തിക്കുന്നത്. പ്രസിഡന്റിനും ഭരണസമിതി തീരുമാനിച്ചിട്ടൊന്നും അങ്ങനെ കാശ് കൊടുക്കാൻ പറ്റില്ല. എന്ത് നിലയിൽ? അത് ചർച്ച ചെയ്തപ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ 2, 3, 4 ജീവനക്കാരെ വെച്ച് 25 ലക്ഷം ഉറുപ്പിക വീതം അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് ഈ പണം കൊടുത്താൽ മതി. നിയമനത്തിൽ അഴിമതി നടത്താൻ ഉപദേശിച്ചു കൊടുക്കുന്നു നേതൃത്വം. എന്നിട്ട് പണം DCC ഓഫീസ് കെട്ടിടം ഉണ്ടാക്കാൻ പ്രശാന്ത് പറഞ്ഞു, ഞങ്ങൾ ഭരണസമിതിക്കാരും ജീവനക്കാരും എല്ലാം കൂടി ഞങ്ങളുടെ കഴിവിനനുസരിച്ച് ഒരു സംഭാവന പിരിച്ച് കഴിയുന്നത്ര തുക തന്നേക്കാം. നിങ്ങൾ ഈ പറഞ്ഞ പോലെ തുകയൊന്നും അവിടുന്ന് സംഭരിക്കാൻ പറ്റില്ല. തന്റെ അടുത്തോടുകൂടി താൻ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം സംരക്ഷിക്കാനുള്ള തന്റെ ഇടത്തോടുകൂടിയുള്ള നിലപാടാണ് പ്രശാന്ത് സ്വീകരിച്ചത്. ആ നിലപാട് തന്നെയാണ് പ്രശാന്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചത്. വെറുതെയല്ല. ഇതൊക്കെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണ്ണിൽ ഇദ്ദേഹം ഒരു കരടായി മാറുന്നത്. അതുകൊണ്ടാണ് മികച്ച നിലയിൽ ഈ ബാങ്കിനെ സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഒരു സംഘത്തെ, ഒരു ടീമിനെ മാറ്റി തങ്ങളുടെ പിണിയാടുകളെ ഇതിന്റെ തലപ്പത്ത് കൊണ്ടുവരാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചത്. അവിടെയാണ് ശ്രീ സുബ്രഹ്മണ്യം ഇവിടെ സംസാരിച്ച ഒരു കാര്യം പ്രസക്തമാകുന്നത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു കൺവെൻഷൻ നെല്ലിക്കോടിനടുത്ത് ചേർന്നിരുന്നു, ഒരു ഹാളിൽ. അത് ഉദ്ഘാടനം ചെയ്ത് KPCC പ്രസിഡന്റാണ്. അദ്ദേഹം അവിടെ പ്രസംഗിച്ച് എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തതാ. എന്താ പ്രസംഗിച്ച്? ഈ ബാങ്ക് ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കെതിരെ, പാനലിനെതിരെ വോട്ട് ചെയ്യുന്നവനെ ഈ നാട്ടിൽ താമസിക്കാൻ അനുവദിക്കില്ല. സുധാകരൻ പറയുക, ശൂലം എവിടുന്നാ വരുന്നതെന്ന് കാണാൻ പറ്റില്ല. ഭീഷണി പ്രസംഗം. ആരോടാണ് ഈ ഭീഷണി? KPCC പ്രസിഡന്റ്, നിങ്ങളുടെ ഭീഷണിക്ക് മുമ്പിൽ മുട്ടുപറക്കുന്നവരല്ല കോഴിക്കോട്ടെ ജനത എന്ന് നിങ്ങൾക്ക് ബോധ്യമായോ? ആരെ പേടിപ്പിക്കാനാ നിങ്ങളുടെ ഈ പ്രസംഗം? ഇതിനേക്കാളും വലിയ ഭീഷണിയെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടിപ്പോ എവിടെ KPCC പ്രസിഡന്റ് ശൂലവുമായിട്ട് വന്നോ? തോറ്റു തൊപ്പിയിട്ടതിന് ശേഷം വലിയ തോതിൽ കള്ളവോട്ട് നടന്നു എന്ന് ഇപ്പൊ പ്രസംഗിച്ച് നടക്കുക. അങ്ങനെ ബോധ്യമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാം? തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചുകൊണ്ട് പുറത്തു വരണ്ടേ? അതല്ലേ ധാർമ്മികമായ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരിക. ജനാധിപത്യപരമായിട്ടല്ല തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് ബോധ്യം വന്നാൽ ആ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് പരിഹാരമുണ്ടാക്കാൻ ജനകീയ കോടതിയിൽ വിഷയം അവതരിപ്പിക്കാം, നീതിന്യായ കോടതിയുടെ മുമ്പിലും പോകാം. നിങ്ങൾ ചെയ്തോ? അവസാനം വരെ അവിടെ ഇരുന്നില്ലേ? വോട്ടെടുപ്പ് നടന്ന സ്കൂൾ ഹാളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ഏതെങ്കിലും കോൺഗ്രസ്സുകാർ 4, 5 ആളുകൾ വന്ന് കള്ളവോട്ട് പിടികൂടി അവരെ പുറത്താക്കി എന്നതൊഴിച്ച് മറുഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശം സമ്പൂർണമായി പാലിച്ചുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പ് നടന്നത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കോഴിക്കോട് ജില്ലയുടെ നാനാഭാഗത്ത് നിന്ന് റൌഡികളെ കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. കുറെ റൌഡികൾ വന്ന് നോക്കുമ്പോ അന്തരീക്ഷം അത്ര പന്തിയല്ല എന്ന് തോന്നി തിരിച്ചു പോയിട്ടുണ്ട് കുറെ ആളുകൾ. അങ്ങനെ പേടിച്ചോടുന്നവരല്ലല്ലോ കോഴിക്കോട്ടിലെ ആളുകൾ. വോട്ടർമാരായി വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ അവരുടെ ഔത്സുക്യം, താല്പര്യം ഇതൊക്കെ കണ്ടപ്പോൾ പേടിച്ചു പോയിട്ടുണ്ട്. അവർ ഒരു സ്ഥലം വിട്ടിട്ടുണ്ട്. പിന്നെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഒരു നാടകം, റോഡിൽ കുത്തിയിരുന്ന ഒരു സമരം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, MP, ഏതാനും കോൺഗ്രസ് നേതാക്കന്മാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ യഥാർത്ഥത്തിൽ അവരെ സംരക്ഷിക്കാനാണ് അവരുടെ ചുറ്റും നിന്ന്. അവരെ സംരക്ഷിക്കേണ്ടി വന്നു. അല്ലെങ്കിൽ ശൂലം എങ്ങനെയാണ് എവിടേക്കാ വരിക എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് അവരെ സംരക്ഷിച്ചു. അവർക്ക് പരിക്കേൽക്കാതെ, അവരുടെ ദേഹോപദ്രവേൽക്കാതെ അവരെ സംരക്ഷിക്കുക ചെയ്തത്. ഇനിയെങ്കിലും വസ്തുതകൾ മനസ്സിലാക്കി ശരിയായ നിലപാട് സ്വീകരിക്കാൻ ജില്ലാ കോൺഗ്രസ് നേതൃത്വം സന്നദ്ധമാണോ? കോടതിയിൽ കേസ് വന്നാൽ നീതിന്യായ കോടതിയാണ്. നിയമവും വ്യവസ്ഥകളും നോക്കി നിഷ്പക്ഷമായ നിലയിലുള്ള വിധിയെഴുത്താണ് കോടതികൾ നടത്തുക. അതിന് നമുക്കൊന്നും പറയാനില്ല. കോടതിയിൽ പോയി കേസ് നടത്തി അതിന്റെ തീരുമാനം എന്താ വരട്ടെ, അത് വേറെ പ്രശ്നം. അതിനെക്കുറിച്ചൊരു മുൻവിധിയോടുകൂടി കാണാൻ ഇപ്പൊ സാധ്യമല്ല. എന്നാൽ കോടതിയിലൂടെ പരിഹാരം കാണാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിന്റെ വിധി വരുന്നതുവരെ ക്ഷമിക്കുന്നതിന് പകരം പത്രങ്ങളെ വിളിച്ച് എന്തിനായി അനാവശ്യം പറയുന്നത്? CPIM എന്തിനെ വലിച്ചെടുക്കുന്നു? മാത്രമല്ല, ഒരു ഹർത്താൽ, ഒരു ബന്ദ് പ്രഖ്യാപിച്ചു. ബന്ദെന്നോ ഹർത്താലിനോ എന്താണെന്നും പറയാൻ പറ്റില്ല. ചില പത്രം പറഞ്ഞു ബന്ദാണെന്ന്, ചിലർ പറഞ്ഞു ഹർത്താലാണെന്ന്. ഏതായാലും ഞായറാഴ്ച ഹർത്താൽ നടത്തുന്ന ഒരു കൂട്ടരെ ഇപ്പോഴാണ് കണ്ട്. ഇതുവരെ ഒരുപാട് ഹർത്താലും ബന്ധുവൊക്കെ നടന്ന നാടാണിത്. ഞായറാഴ്ച
മിക്കവാറും 90% കടകളും കോഴിക്കോട് നഗരത്തിലും പ്രധാന നഗരങ്ങളിലൊക്കെ അടഞ്ഞു കിടക്കുന്ന ദിവസമാണ്. പിന്നെ ആകെ പാവപ്പെട്ട ജനങ്ങളൊക്കെ ഒന്ന് വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കാലോടാൻ ബസ്സിലോ ഓട്ടോറിക്ഷയിലോ യാത്ര ചെയ്യുന്ന അത് മുടക്കുക എന്നത് മാത്രമാണോ ലക്ഷ്യം? എന്ത് ബന്ദ്, എന്ത് ഹർത്താൽ? എന്റെ തൊഴിലാളികളോ സാധാരണ മനുഷ്യരോ അവരുടെ ജീവിത പ്രശ്നങ്ങളെ ആസ്പദമാക്കി ഒരു സമരം നടത്തിയാൽ, ഒരു ഹർത്താൽ നടത്തിയാൽ, ഒരു ബന്ദ് നടത്തിയാൽ അതിനെതിരായി മുഖപ്രസംഗങ്ങളും ലേഖനങ്ങളും എഴുതാറുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ കോൺഗ്രസ് പ്രഖ്യാപിച്ച ഈ വികലമായ ഹർത്താൽ നാടകത്തെ വിമർശിച്ചില്ല. പക്ഷപാതിത്വം. കോൺഗ്രസ് എന്ത് ചെയ്താലും അതിനെ താങ്ങിക്കൊടുക്കുക, അവസരം കിട്ടുമ്പോഴെല്ലാം ഇടതുപക്ഷത്തെ ആക്രമിക്കുക, ഇടതുപക്ഷത്തെ പരിഹസിക്കുക, അധിക്ഷേപിക്കുക. ഇത് തൊഴിലാക്കിയിരിക്കുന്നു ഒരു പറ്റം പത്രങ്ങൾ. അവർ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. യഥാർത്ഥത്തിൽ ചേവായൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലെ മെമ്പർമാർ അവരുടെ നിഷ്പക്ഷമായ വിലയിരുത്തലും വിധിയെഴുത്തുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്. അത് ഏറ്റവും ഉചിതവും യുക്തവുമായ അവരുടെ തീരുമാനമാണ്. ആ തീരുമാനം അംഗീകരിക്കാൻ വൈകിയ വേളയിലെങ്കിലും കോൺഗ്രസ് നേതൃത്വം സന്നദ്ധമാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പാനൽ മെമ്പർമാരെല്ലാം അവിടെയുണ്ട്. സ്വീകരണം ഏറ്റുവാങ്ങാൻ, ജനങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങാൻ വന്ന പാനൽ ഇവിടെയുണ്ട്. അഡ്വക്കേറ്റ് പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അംഗങ്ങളെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അനുമോദിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അഭിവാദനങ്ങൾ. CPM-നെ ഇല്ലാതാക്കി കളയുമെന്നാണല്ലോ ഇപ്പോ സുധാകരനും VD സതീശനും കൂടി ഇപ്പോൾ ഇളക്കി വിട്ടിരിക്കുന്ന പ്രചരണം. ഞങ്ങളെ സമീപിച്ചപ്പോൾ ഞങ്ങൾ സഹായിക്കാൻ തയ്യാറായി. രാഷ്ട്രീയമാണ്. കോൺഗ്രസിൽ നിന്ന് വിട്ടുനിൽക്കുന്ന, കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുൾപ്പെടെയുള്ള ഒരു വലിയ ജനാവലി ഞങ്ങളോട് ആവശ്യപ്പെടുന്നു, ഞങ്ങൾ കൂടി അതിനകത്ത് പങ്കാളിത്തം വഹിക്കണം. ഞങ്ങളുടെ 4 സ്ഥാനാർത്ഥികൾ അതിൽ മത്സരിക്കാൻ തയ്യാറായി. പാർട്ടിയുടെ പ്രധാനപ്പെട്ട ലീഡേഴ്സൊന്നല്ല മത്സരിച്ചത്, പ്രാദേശികമായി പാർട്ടി അനുഭാവികളെല്ലാമായിട്ടുള്ള സഖാക്കളാണ് അതിൽ മത്സരിച്ചത്. ഞങ്ങൾ പിന്തുണ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പിന്തുണ നൽകാമെന്ന് പറഞ്ഞത് എന്താ? ചേവായൂർ സർവീസ് ബാങ്കിലെ തർക്കം എന്ന് പറയുന്നത് അഴിമതിയും അഴിമതിരഹിതവുമായിട്ടുള്ള തർക്കമാണ്. പ്രശാന്ത് വക്കീലിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അഴിമതിരഹിത സഹകരണത്തിന്റെ മൂല്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ ബാങ്കിന്റെ ഭരണസാരഥ്യം നിർവഹിച്ച ഒരു സഹകാരിയാണ് അഡ്വക്കേറ്റ് പ്രശാന്ത് കുമാർ എന്ന് CPM-ന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിയമനങ്ങൾ വന്നു. MK രാഘവന്റെ തെരഞ്ഞെടുപ്പിന് 28 ലക്ഷം രൂപ നിയമനം കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവിടുത്തെ DCC പ്രസിഡന്റ് വാങ്ങി. അവർക്ക് നിയമനം കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ പ്രശാന്ത് വക്കീൽ മറ്റ് പറഞ്ഞു ആ പണം മടക്കി കൊടുക്കണം, കാരണം അദ്ദേഹത്തിന്റെ കൈ ശുദ്ധമാണ്. അവിടെയാണ് തർക്കം തുടങ്ങുന്നത്. നമുക്ക് പറയാം, ഇനി നേരെ എല്ലാ കാര്യവും പറയാം. അവിടെ നിന്ന് തുടങ്ങുകയാണ്. സാധാരണ തെരഞ്ഞെടുപ്പ് നടക്കും. ഇനി ഈ ചേവായൂർ സർവീസ് ബാങ്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തെയും കൂട്ടാളികളെയും ഡീമോറലൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇറക്കിയ വീഡിയോ ഒക്കെ ഞങ്ങളെല്ലാം കണ്ടതാ. വളരെ അവഹേളന രൂപത്തിൽ, മനുഷ്യത്വം തൊട്ട് തീണ്ടാത്ത രീതിയിലുള്ള പ്രചരണമാണ് നിങ്ങൾ അടിച്ചുവിട്ടത്. പ്രശാന്ത് വക്കീൽ ഇപ്പോ കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രസിഡന്റ് എന്ന രീതിയിൽ ഒരു ഓൾ ഇന്ത്യ അവാർഡ് അദ്ദേഹം കൊടുത്തു. വെറുതെ കൊടുത്താണോ? ബാങ്കിംഗ് ഫൗണ്ടേഴ്സ് അവാർഡ് എന്ന് മാത്രമല്ല, കേരള ബാങ്ക് രൂപീകരിക്കുമ്പോ കേരളത്തിലെ 1642 പ്രൈമറി ബാങ്കുകളെ സംബന്ധിച്ച് ഒരു സർവേ നടത്തിയപ്പോ അതിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിക്കകത്ത് അംഗമായിരുന്നു ഞാൻ. ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ കണക്കിൽ ഏറ്റവും ഗുഡ് പെർഫോമൻസിനകത്ത് 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ബാങ്കാണ് ചേവായൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. കരുവന്നൂർ ബാങ്കിലെ പ്രശ്നം വന്നപ്പോ കേരളത്തിന്റെ സഹകരണ വകുപ്പ് മന്ത്രിയും നേരിട്ട് സാമ്പത്തിക അടിത്തറയെ സംബന്ധിച്ച് ഒരു പരിശോധന നടത്തിയപ്പോ ആ പരിശോധനയിൽ ആദ്യത്തെ 10 ഏറ്റവും നന്നായി പൂർണ്ണ സാമ്പത്തിക അടിത്തറയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളിലെ ആദ്യത്തെ 10 എണ്ണത്തിൽ ചേവായൂർ സർവീസ് ബാങ്ക് പെടും. ഇതെല്ലാം ജനങ്ങൾ നന്നായി അറിയും, കോൺഗ്രസ്സുകാർ അറിയും. പ്രവീൺ കുമാര് കാലിനടിയിലെ മണ്ണ് ചോർന്നു പോയത് തിരിയാതെ CPM-ന് നേരെ കുരച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഇവർ പ്രചരണം അടിക്കുന്നത് ചേവായൂർ സർവീസ് ബാങ്കിലെ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ നേതൃത്വത്തിൽ കള്ളവോട്ട് ചെയ്തു എന്നാണ്. കള്ളവോട്ട് ആരാ ചെയ്തത്? കുന്നമംഗലം യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിന് ഇവിടെ വോട്ടുണ്ടോ? അയാളെ പിടിച്ചില്ലേ? 14 പേരെ കോൺഗ്രസുകാരെ ബൂത്തിനകത്ത് വെച്ച് കള്ളവോട്ട് പിടിച്ചില്ലേ?
ആ കള്ളവോട്ട് പിടിച്ചപ്പോഴാണ് CPM പ്രവർത്തകർ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി വരുന്നവരെന്ന് വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞപ്പോൾ അവരെ തടഞ്ഞത്. അല്ലാതെ വോട്ടർമാരെ ഞങ്ങൾ തടഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഓശാന പാടുന്ന കുറെ മാധ്യമങ്ങളെ കൊണ്ട് ഞങ്ങൾ കള്ളവോട്ട് ചെയ്തവരാണ് ഇത് ജയിച്ചതെന്ന് പറഞ്ഞാൽ ഈ നാട് വിശ്വസിക്കില്ല. ഈ നാടിനെ വിശ്വസിപ്പിക്കാൻ കഴിയില്ല. യാതൊരു സംശയത്തിൽ വേണ്ട. ഞങ്ങള് കഴിഞ്ഞ തവണ 6000 വോട്ട് നിങ്ങൾ ചെയ്തു. അവിടെ പ്രസാദ് വക്കീല് വിജയിച്ചു. ഇത്തവണ 9000 വോട്ട്, 8903 വോട്ട്. ആ വോട്ട് രേഖപ്പെടുത്തിയപ്പോ ഞങ്ങൾക്ക് 1300 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ഞങ്ങൾ വിജയിച്ചു. ഇവിടെ UDF, ബാക്കി UDFിനുള്ള വോട്ട് ഞങ്ങൾ തടഞ്ഞതാണെങ്കിൽ ഇവിടെ രേഖപ്പെടുത്തുമായിരുന്നോ? നിങ്ങളൊരു കാര്യം പറയുമ്പോ അതിന്റെ ലോജിക് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ. ഞങ്ങളൊരു ബാങ്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയൊന്നും പോയിട്ടില്ല. ബാങ്ക് പിടിച്ചെടുക്കൽ ഞങ്ങളുടെ പരിപാടിയല്ല. ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഇന്ന് കാണാൻ കഴിയുന്ന ഒരു സഹകാരിയാണ്. ഞങ്ങൾ നയാതാണ്. പക്ഷെ ഇവിടെ കുറെ കോൺഗ്രസുകാർ അഴിമതിക്കെതിരെ മാറി നിന്ന് മത്സരിക്കുമ്പോ ഞങ്ങൾക്ക് അതിനകത്ത് 4000 വോട്ട് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ആ വോട്ടിനകത്ത് പങ്കാളിയാവണ്ടേ? ചേവായൂർ ബാങ്കിൽ ഞങ്ങൾക്കുണ്ട് വോട്ട്. അതില് CPM-ന് മാത്രമായി 4000 വോട്ടുണ്ട്. അതില് നിഷേധിക്കാൻ പറ്റുമോ? കഴിഞ്ഞ ഭരണസമിതി കോൺഗ്രസിനോട് ഇടഞ്ഞു നിന്നുകൊണ്ട് തന്നെയാണ് പ്രശാന്ത് വക്കീൽ 5 കൊല്ലം പൂർത്തിയാക്കിയത്. പ്രശാന്ത് വക്കീലും ഭരണസമിതിക്കാരും ചേർത്ത 1800-ലേറെ വോട്ട് അവിടെ ഉണ്ട്. എന്താ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ലേ? പിന്നെ നിങ്ങളെ കോൺഗ്രസുകാര് ഈ അഴിമതി രഹിത ഭരണസമിതിക്ക് പിന്തുണ കൊടുത്ത് വോട്ട് രേഖപ്പെടുത്തിയതിന് ഞങ്ങളോട് കുരയ്ക്കാൻ നിങ്ങൾ വരണോ? ഞങ്ങൾ താറടിക്കാൻ പറയാണോ? ഇപ്പൊ VD സതീശന്റെ പറവൂര് തറവാട്ടിൽ നിന്ന് ഡെപ്പോസിറ്റ് കൊടുത്ത ബാങ്കുകളാണ് കേരളത്തിലെ മുഴുവൻ ബാങ്കുകളെന്ന. കാരണം എന്താണെന്നറിയോ? പറയാ എല്ലാ ഡെപ്പോസിറ്റും പിൻവലിക്കും. ഇവ പിൻവലിക്കട്ടെ. ഡെപ്പോസിറ്റ് പിൻവലിച്ച് വാലിന്മേൽ തൂങ്ങി ഈ ജില്ലക്കകത്ത് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ശ്വാസം മുട്ടുന്ന സഹകരണ സ്ഥാപനങ്ങൾ കോൺഗ്രസിന്റേതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പേര് ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല. അവിടെ ഞങ്ങൾ എടുത്ത സമീപനം സഹകരണ മേഖല തകരരുതെന്ന ധാരണയിൽ അവരെ സംരക്ഷിക്കാനുള്ള സമീപനമാണ് CPM നേതൃത്വം ഞങ്ങളെ പഠിപ്പിച്ചത്. അതാണ്. എന്നിട്ട് പറയാ VD സതീശൻ ഇപ്പോ ഡെപ്പോസിറ്റ് പിൻവലിക്കുന്നു. ഡെപ്പോസിറ്റ് പിൻവലിച്ചിട്ട് കോൺഗ്രസ് പറഞ്ഞ്, VD സതീശൻ പറഞ്ഞ് ഡെപ്പോസിറ്റ് പിൻവലിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറവൂരിൽ മൂപ്പരം തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡെപ്പോസിറ്റ് അല്ലല്ലോ ഇവിടെ ഉള്ളത്. ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാ, ഈ ജില്ലക്കകത്തുള്ള സഹകരണ സ്ഥാപനങ്ങൾ, CPM-ന്റെ നേതൃത്വത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങൾ വിശ്വാസ്യതയുടെ പുറത്ത് ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിതമാക്കിയിട്ടുള്ള വിശ്വാസം ഈ നിമിഷം വരെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നവരാണ് CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും. കോഴിക്കോട് ജില്ലയുടെ കഥയെല്ലാം പറഞ്ഞാൽ നമുക്ക് പിന്നെ പറയാം. ഞാനിവിടെ പറയുന്നില്ല. ഇപ്പോൾ 65 എൻക്വയറി നേരിടുന്ന സ്ഥാപനങ്ങൾ കോൺഗ്രസിന്റെ സ്ഥാപനങ്ങളാണ്. ഇന്നത്തെ പത്രത്തില് ഒരു കോൺഗ്രസിന്റെ പ്രസിഡന്റ് മരിച്ചു കിടക്കുന്നത് കണ്ടു. എന്താ പ്രശ്നം? ഡെപ്പോസിറ്റ് എല്ലാം ചോർ സംഭവിച്ചു കഴിഞ്ഞ് അവിടെ ജനങ്ങൾ കുന്നുകൂടി സമരം നടത്തിയതിന്റെ ഭാഗമായി ഒരു പ്രസിഡന്റ് മരിച്ചിരിക്കുന്നു. അത് കോൺഗ്രസ് പ്രസിഡന്റാ. ഇന്നത്തെ പത്രത്തിലെ വാർത്ത വായിക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ചേവായൂർ ബാങ്ക് ജനാധിപത്യത്തിന്റെ ഭാഗമായി, സഹകരണ മനോഭാവത്തിന്റെ ഭാഗമായി സഹകാരികൾ ആറ്റുകൽ പ്രശാന്ത് കുമാറിന്റെ ടീം ആ ബാങ്ക് ഭരിക്കണം. പൂർവികമായ ഒരു ബാങ്ക് വളരെ അന്തസ്സായി ഈ സിറ്റിക്കകത്ത് സേവനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബാങ്ക്. ആ ബാങ്കിന് ജനങ്ങൾ തന്ന അംഗീകാരം, ആ അംഗീകാരമാണ് ഇവിടെ CPM-ന്റെ കൂടെ പിന്തുണയോടുകൂടി വന്ന ഈ പാനൽ വിജയിച്ചിട്ടുള്ളത് എന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അവരെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ CPM-ന് വേണ്ടി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി, അതേപോലെ സഹകരണ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുക.